ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബികോമിനും BBAക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എന്താണെന്ന് ചോദിച്ചാൽ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p if its probability function is f of x is equal to ncx p raised to x q raised to n minus x. അതായത് നിങ്ങളിങ്ങനെ പറയാം, ഒരു എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഫംഗ്ഷൻ ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ആ ഇക്വേഷൻ എന്ന് പറഞ്ഞേ എന്താണ് ഇക്വേഷൻ? NCX p raised to x q raised to n minus x. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ബൈനോമിയൽ കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ. നിങ്ങൾ പേര് മാറ്റി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പേര് മാറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ ഏത് പേരിലാണ് ജോയിൻ ചെയ്യാതെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണുള്ള ഇക്വേഷൻ പറഞ്ഞേ. എന്താണ് ഇക്വേഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ പറഞ്ഞേ. NCX into p raised to x q raised to n minus x. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 മുതൽ എത്ര വരെ വേണമെങ്കിലും ആവാം. 0 മുതൽ 1 2 3 4 അങ്ങനെ എത്ര വരെ n വരെ നമുക്ക് പറ്റും. ഇനി പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്നാണ് അർത്ഥം. എന്താ പി എന്ന് പറഞ്ഞാൽ? സക്സസ് ആണ്. അത് 0 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആവാം. ഇനി പിയും ക്യൂവും കൂടി കൂട്ടിയാൽ അപ്പോൾ പി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. എന്താണ്? അപ്പൊ സക്സസും ഫെയിലിയറും കൂടി കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ചാൻസ് എപ്പോഴും എത്ര കിട്ടുക? പി പ്ലസ് ക്യൂ എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പി നമുക്ക് 1/2 ആണെന്നറിയാം. അപ്പൊ ക്യൂ എത്രയായിരിക്കും? 1/2. എങ്ങനെ കിട്ടി? 1 മൈനസ് 1/2. അപ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം, പി കിട്ടിയാൽ ക്യൂ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പി ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. NCX p raised to x q raised to n minus x. ഇതാണ് നമ്മുടെ ഇക്വേഷൻ കേട്ടോ. ഓക്കെ, അവർ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ എന്താണ്? NCX p raised to x q raised to n minus x. അതിൽ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ട്രയൽസ്. ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ അത് ഇത്ര തവണ ടോസ് ചെയ്യുന്നു, അപ്പോൾ അതാണ് n. ഇനി പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഇൻ സിംഗിൾ ട്രയൽ ആണ് കേട്ടോ. ഒരു ട്രയലിൽ സക്സസ് വരാനുള്ള ചാൻസ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം, പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ക്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്. പിയും ക്യൂവും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുക, ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടി പഠിക്കുക, പോയിസൻ്റെ പ്രോപ്പർട്ടി പഠിക്കുക. ഈ 3 പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ബൈനോമിയലിൻ്റെ പ്രോപ്പർട്ടി ചോദിച്ചാലും ഫംഗ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നിങ്ങൾ തന്നെ പറഞ്ഞേ, ഓൾറെഡി പഠിച്ചതല്ലേ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? യെസ്, വെരി ഗുഡ്. ഇത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ആണ് അല്ലേ. നോർമൽ ആണെങ്കിലോ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ എന്താ പറഞ്ഞേ? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇത് ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതൊരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ഷേപ്പ് ആൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മാറും. എന്തിനനുസരിച്ച്? പി ചേഞ്ചസ് ഫോർ എ ഗിവൺ എൻ. തന്നിരിക്കുന്ന എന്നിൻ്റെ അടിസ്ഥാനത്തിൽ പിക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പും ലൊക്കേഷനും മാറുമെന്ന് പഠിക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ്, ഇതിന് 1 or 2 മോഡൽസ് വാല്യൂസ് ഉണ്ട്. മോഡ് മനസ്സിലായോ? 1 or 2 മോഡൽ വാല്യൂസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കാം. ഇനി മീൻ എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? n കൂടുന്നതിനനുസരിച്ച് മീനും കൂടും. മനസ്സിലായോ? എന്നിലെ നമ്പർ ഓഫ് ട്രയൽ,
നമ്പർ ഓഫ് ട്രയൽ കൂടുന്നതിനനുസരിച്ച് മീനും മാറും. ക്ലിയർ അല്ലേ? അഞ്ചാമത്തത്, ഇഫ് എൻ ഈസ് ലാർജ്, എൻ എന്ന് പറയുന്നത് ലാർജ് ആണെങ്കിൽ ആൻഡ് നൈദർ പി നോർ ക്യൂ ഈസ് ടു ക്ലോസ് ടു സീറോ എന്ന് പറയുന്ന അർത്ഥം പിയും ക്യൂവും ഒരിക്കലും എന്തിനോട് അടുത്തായിരിക്കില്ല? സീറോയിനോട് അടുത്തായിരിക്കില്ല. അടുത്ത ആറാമത്തെ പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് എന്തായാലും പഠിക്കണം. ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യ? അല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എൻ പിക്ക് തുല്യമാണ്. അതായത് എൻ ഇൻറ്റു പി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് മീനായിരിക്കും. മനസ്സിലായോ? അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്തിനു തുല്യമായിരിക്കും? എൻ ഇൻറ്റു പി. എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ട്രയൽ, പി എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? വെറും എൻ പി ക്യൂ അല്ല, റൂട്ട് എൻ പി ക്യൂ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ അല്ലേ വേരിയൻസ്? ഓർമ്മയുണ്ടോ? സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ് വേരിയൻസ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് എൻ പി ക്യൂ ആണെങ്കിൽ വേരിയൻസ് റൂട്ട് എൻ പി ക്യൂ ഇൻറ്റു റൂട്ട് എൻ പി ക്യൂ. അപ്പൊ റൂട്ട് എൻ പി ക്യൂ ഇൻറ്റു റൂട്ട് എൻ പി ക്യൂ എന്തായിരിക്കും? വെറും എൻ പി ക്യൂ ആയിരിക്കും. അറിയാലോ, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു വെറും 2 ആണ് അല്ലേ? അപ്പൊ റൂട്ട് എൻ പി ക്യൂ ഇൻറ്റു റൂട്ട് എൻ പി ക്യൂ വെറും എൻ പി ക്യൂ. അപ്പൊ വേരിയൻസ് എൻ പി ക്യൂ ആണ് കേട്ടോ. അതും കൂടി പഠിച്ചോളൂ. ഓക്കെ, ക്ലിയർ? നമുക്കിതൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. 4 coins are tossed simultaneously. What is the probability of getting 2 heads? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എത്ര കോയിൻസ് ആണ് ടോസ് ചെയ്യണേ? 4 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചേക്കണത് അപ്പൊ എൻ എത്രയായിരിക്കും? എത്ര കോയിൻ ടോസ് ചെയ്യുന്നത്? എത്ര ട്രയൽ ഉണ്ടോ അതാണ് എൻ. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു എത്ര വരും? 4. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ഹെഡ്സ്? ഈ 4 കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് ഹെഡ് വരാനായിട്ടുള്ള സാധ്യത, നമുക്ക് എന്താണോ വേണ്ടത് അതാണ് എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് ഈസിക്കൽ എത്ര വരിക? 2. ക്ലിയർ ആയോ? നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മുടെ സക്സസ്, അതാണ് നമ്മുടെ എക്സ്. അപ്പൊ എക്സ് ഈസിക്കലിന് എന്ത് വരും? 2 വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞേ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷൻ പറഞ്ഞേ, എൻ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പൊ എൻ സി എക്സ്, എന്നും കിട്ടി എക്സും കിട്ടി. എൻ എത്രയാ? 4 ആണ്, എക്സ് 2. അപ്പൊ 4C2. ഇനി പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. നമ്മുടെ സക്സസ് എന്താ? നമുക്ക് എന്താ വേണ്ടത് മക്കളെ? അതാണ് നമ്മുടെ സക്സസ്. അപ്പൊ എന്താണ് സക്സസ്? നമ്മുടെ ഹെഡ് വരാനായിട്ടുള്ള സാധ്യത. ഈ പി എടുക്കുമ്പോൾ എപ്പോഴും സിംഗിൾ ട്രയൽ എടുക്കണം കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്താൽ, 4 കോയിൻ ടോസ് ചെയ്താൽ എടുക്കണ്ടേ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനായിട്ടുള്ള സാധ്യത എത്രയാണ് നിങ്ങൾക്ക് അറിയാലോ? 1/2 അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനുള്ള സാധ്യത 1/2. അപ്പൊ ക്യൂ എത്രയാ? പി കിട്ടിയ പിന്നെ ക്യൂ കാണാലോ. ക്യൂ എത്രയായിരിക്കും? 1 മൈനസ് 1/2 1/2 എന്ന് കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ പി 1/2 കിട്ടി, ക്യൂ 1/2 കിട്ടി. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ പി എപ്പോഴും എടുക്കേണ്ടത് എങ്ങനെയാ? പറഞ്ഞോ. സിംഗിൾ ട്രയലാണ് എടുക്കേണ്ടത് എപ്പോഴും കേട്ടോ. ഒരൊറ്റ കോയിൻ ടോസ് ചെയ്യുമ്പോൾ പി വരാനുള്ള സാധ്യത, നമ്മുടെ ഹെഡ് വരാനുള്ള സാധ്യത കേട്ടോ. അപ്പോൾ 1/2. അപ്പോൾ ക്യൂ 1/2. അപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 4C2 പി എത്രയാ? 1/2 റേസ് ടു എക്സ് അല്ലേ? എക്സ് 2 ആണ് അല്ലേ? ഇൻറ്റു ക്യൂ റേസ് ടു n മൈനസ് 2. അപ്പോൾ ക്യൂ 1/2 അല്ലേ? അപ്പോൾ 1/2 റേസ് ടു n മൈനസ് എക്സ്. എൻ എത്രയാ ക്വസ്റ്റ്യനിൽ? 4. അപ്പോൾ 4 മൈനസ് 2. ഓക്കെ, 4C2 വാല്യൂ എത്രയും നോക്കി കാൽക്കുലേറ്ററിൽ. 4C2 4 അടിക്കുക, സി NCR അടിക്കുക, 2 അടിക്കുക. എത്രയാ? 4 അടിക്കുക, NCR അടിക്കുക, 6 ഇൻറ്റു 1/2 റേസ് ടു 2 എത്രയാ? 1/2 ഇൻറ്റു 1/2 1/4.
വീണ്ടും 1/2 = 1/4 അപ്പോൾ 6 എത്ര വരും 16 അല്ലേ 4 × 4 16 അപ്പോൾ 6/16 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി 2 കട്ട് ചെയ്താൽ 3/8 ക്ലിയർ ആയോ കത്തിയോ എല്ലാവർക്കും ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തന്നെ വരുള്ളൂ എക്സാമിന് ഈ പറയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എക്സാമിന് വന്നിട്ടുള്ളൂ ഇത് നന്നായി പഠിച്ചിട്ട് പോകാം നമ്മുടെ എല്ലാവർക്കും ഒരു സാധനം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള അതേ ക്വസ്റ്റ്യനാണ് എക്സാമിന് വരാറ് കേട്ടോ ഓക്കെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബാറ്റ്സ്മാൻ സ്കോർസ് എ സെഞ്ചുറി ഇൻ എ ക്രിക്കറ്റ് മാച്ച് ഈസ് 1/3 അതായത് ഒരു ബാറ്റ്സ്മാന് ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി കിട്ടാനായിട്ടുള്ള സാധ്യത എത്രയാ 1/3 വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഔട്ട് ഓഫ് 5 മാച്ചസ് എത്ര മാച്ച് ഉണ്ട് 5 മാച്ച് അപ്പോൾ n എത്രയാ n = 5 he may score century in exactly 2 matches no match അപ്പോൾ exactly 2 matches എന്ന് പറയുമ്പോൾ x = എത്ര വരിക 2 no match എന്ന് പറയുമ്പോൾ x = 0 സിമ്പിളാണ് മക്കളെ എന്താണ് ചോദിച്ചേക്കുന്നത് അതാണ് എക്സ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യത്തെ എ ക്വസ്റ്റ്യൻ ചെയ്യാം എ ക്വസ്റ്റ്യൻ പറഞ്ഞത് നിങ്ങൾ സെഞ്ചുറി വേണ്ട നമുക്ക് സെഞ്ചുറി കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെ എയിം അല്ലേ അപ്പോൾ അതാണ് നമ്മുടെ സക്സസ് അപ്പോൾ P = നമുക്ക് തന്നിട്ടുണ്ട് ഒരു ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി കിട്ടാനുള്ള സാധ്യത എത്രയാ 1/3 അപ്പോൾ P = 1/3 അപ്പോൾ Q എത്രയാ 3-ൽ 1 ചാൻസ് സെഞ്ചുറി കിട്ടാനാ ഇനി 3-ൽ എത്ര ചാൻസ് ഉണ്ട് 1 - 1/3 ഒന്നിൽ 1 - 1/3 ചെയ്യാൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി 3-ൽ 1 സാധ്യത സെഞ്ചുറി കിട്ടാനാ ഇനി 3-ൽ എത്ര സാധ്യതയുണ്ട് 2/3 സിമ്പിളായിട്ട് 2/3 എഴുതിക്കൂടെ അപ്പോൾ Q = 2/3 ഇവിടെ ഇക്വേഷനിലേക്ക് പോവാം എക്സാക്ട്ലി 2 ഹെഡ് എന്ന് പറയുമ്പോൾ x = 2 വരും അപ്പോൾ NCX P⁻x Q⁻n - x അപ്പോൾ 5 അല്ലേ n അപ്പോൾ 5C2 P എത്രയാ 1/3 അല്ലേ 1/3 എത്രയാ 2 ആണ് ഇൻറ്റു Q 2/3 ആണ് 2/3 n - x n 5 ആണ് അപ്പോൾ 5 - 2 3 വരും അപ്പോൾ 5C2ൻ്റെ വാല്യൂ എത്രയും നോക്കി കാൽക്കുലേറ്ററിൽ 5 അടിക്കുക NCR അടിക്കുക 2 അടിക്കുക എത്ര കിട്ടും 5C2ൻ്റെ വാല്യൂ 10 1/3 എന്ന് പറഞ്ഞാൽ 1/3 × 1/3 അപ്പോൾ 3 × 3 9 അപ്പോൾ 1/9 ഇനി 2/3 അപ്പോൾ 2/3 × 2/3 × 2/3 2 × 2 4 4 × 2 8 വരും 3 × 3 9 9 × 3 27 അപ്പോൾ 8/27 അപ്പോൾ അത് ഇൻറ്റു ചെയ്യുമ്പോൾ 10 × 1 10 10 × 8 80 80/9 × 27 243 എന്ന് കിട്ടും അപ്പോൾ ആൻസർ ഈസ് 80/243 ക്ലിയർ ആയോ ഈ നോ മാച്ച് എന്ന് പറയുമ്പോൾ x = എന്ത് കൊടുക്കണം 0 അപ്പോൾ NCX x-ൻ്റെ അവിടെ 0 കൊടുക്കുക 5C0 ഏതൊരു നമ്പർ 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും കേട്ടോ 5C0 ആണെങ്കിലും 4C0 ആണെങ്കിലും എല്ലാം 1 ആയിരിക്കും അപ്പോൾ 1 × P⁻x അപ്പോൾ 1/3 ഏതൊരു നമ്പർ 0 എത്രയായിരിക്കും 1 ആണ് കേട്ടോ അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഏതൊരു നമ്പറിൻ്റെ 0 ആണെങ്കിൽ അത് 1 ആയിരിക്കും 2/3 അപ്പോൾ 2/3 × 2/3 അങ്ങനെ 5 വട്ടം ഇൻറ്റു ചെയ്യുക അപ്പോൾ 32/243 കിട്ടും അപ്പോൾ ആൻസർ ഈസ് 32/243 ആൻസർ കിട്ടിയെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ക്ലിയർ അല്ലേ അടുത്ത ദിവസം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം ഇനി പെർസെൻറ്റേജിൽ കാണാൻ പറഞ്ഞാൽ ആൻസർ × 100 ചെയ്താൽ മതി പെർസെൻറ്റേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം ആൻസർ × 100 ഇവിടെ ഫൈനൽ ആൻസർ × 100 ചെയ്യാം നമ്മൾ നോർമൽ ഓർമ്മയുണ്ടോ നമ്പറിൽ കിട്ടാൻ എന്ത് ചെയ്തു നമ്മൾ n വെച്ച് ഇൻറ്റു ചെയ്തില്ലേ അതേപോലെ പെർസെൻറ്റേജിൽ കിട്ടണമെങ്കിൽ × 100 ചെയ്താൽ മതി നോക്കി ക്വസ്റ്റ്യൻ നോക്കി കൺസിഡർ ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച് ഒരു ഫാമിലിയിൽ എത്ര കുട്ടികളുണ്ട് ഓരോരുത്തർക്കും കൺസിഡർ ഫാമിലീസ് വിത്ത് 4 ചിൽഡ്രൻ ഈച്ച് അല്ലേ എത്ര കുട്ടികൾ ഏതാ 4 അപ്പോൾ 4 ചിൽഡ്രൻ ഈച്ച് അപ്പോൾ n നമുക്ക് കിട്ടി 4 വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഫാമിലീസ് വുഡ് യു എക്സ്പെക്ട് ടു ഹാവ് 2 boys and 2 girls 2 ബോയ്സും 2 ഗേൾസും വരാനുള്ള ചാൻസ് അടുത്തിൽ അറ്റ് ലീസ്റ്റ് 1 ബോയ് പിന്നെ നോ ഗേൾസ് അറ്റ് ദ മോസ്റ്റ് 2 ഗേൾസ് എന്നൊക്കെ ചോദിച്ചേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് എടുക്കാം ഓക്കെ
അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചാണ് പറയണത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. 2 ബോയ്സ് ആൻഡ് 2 ഗേൾസ്. അടുത്തത് അറ്റ്ലീസ്റ്റ് 1 ബോയ്, പിന്നെ നോ ഗേൾ. അപ്പോൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നത്? ബോയ് ആണോ ഗേൾ ആണോ? പറഞ്ഞേ. ബോയ് അല്ലേ? ബോയ് ആണോ? ഫസ്റ്റിൽ 2 ബോയും 2 ഗേളും, പിന്നെ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയെങ്കിലും ആവണം, പിന്നെ നോ ഗേൾ, ഗേൾസ് വേണ്ട. അപ്പോൾ അവിടെ ബോയ് അല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സക്സസ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബോയ് ആണ് ഗേൾ ആണോ? ബോയ്. അപ്പോൾ നിങ്ങളത് സക്സസ് ആയിട്ട് എടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബോയ് വരിക എന്നുള്ളതാണ് നമ്മുടെ സക്സസ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ജനിച്ചാൽ അത് ആൺകുട്ടി ആവാനായിട്ടുള്ള സാധ്യത എത്രയാണ്? ആൺകുട്ടി പെൺകുട്ടി ആവാനുള്ള സാധ്യത എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 1/2 ഈക്വൽ ചാൻസ് അല്ലേ? ശരിയല്ലേ? തുല്യ സാധ്യതയല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പി എത്രയാ? പ്രോബബിലിറ്റി ഓഫ് ബോയ് എത്രയാ? 1/2. അപ്പോൾ ക്യൂ എന്ത് തന്നെയായിരിക്കും? 1/2. n 4 കുട്ടികളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എയിലോട്ട് പോവാം. 2 ബോയ്സ് ആൻഡ് 2 ഗേൾസ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് എക്സ്. നമ്മൾ ബോയ് അല്ലേ ഇപ്പോൾ സക്സസ് ആയിട്ട് എടുത്തേക്കണേ. അപ്പോൾ ഇവിടെ എത്ര ബോയ് വേണം? അപ്പോൾ എക്സ് ഈസിക്കൽ എന്ത് വരും? 2. ക്ലിയർ ആയോ? നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതാണ് നിങ്ങളുടെ എക്സ്. അപ്പോൾ 2 ബോയ്സ് ആൻഡ് 2 ഗേൾസ് പറയും 2 ബോയ് അല്ലേ, ബോയ് ആണ് സക്സസ്. അപ്പോൾ എക്സ് ഈസിക്കൽ 2 വരും. നമ്മുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 4c2 1/2 1/2 4 - 2. അപ്പോൾ കിട്ടുന്ന ആൻസർ 3/8 ആണ്. ഇത് പെർസെൻറ്റേജിലാണ് ചോദിച്ചേക്കണേ. പെർസെൻറ്റേജിൽ ചോദിച്ച കാരണം 3/8നെ എന്ത് ചെയ്യണം? 100 വെച്ച് ഗുണിക്കണം. പെർസെൻറ്റേജിൽ ചോദിച്ചാൽ ഇൻറ്റു 100 ചെയ്യണം കേട്ടോ. അപ്പോൾ 37.5% കിട്ടും. അപ്പോൾ അടുത്ത് ചോദിക്കട്ടെ, അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഈ അറ്റ്ലീസ്റ്റ് വരുമ്പോൾ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. നോട്ട് ചെയ്തോ. അറ്റ്ലീസ്റ്റ് 1 വന്നാൽ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞതിന് മുമ്പ്? 1 മൈനസ് നൺ. അതായത് 1 മൈനസ് ഇത് വരാതിരിക്കാനായിട്ടുള്ള സാധ്യത കുറയ്ക്കണം. അതായത് നോ ബോയ് വരാതിരിക്കാനുള്ള സാധ്യത. അപ്പോൾ 0 ചെയ്താൽ പോരെ? ബോയ് 0 ആയിട്ട് ചെയ്താൽ പോരെ? എക്സ് ഈസിക്കൽ 2 പോരെ അല്ലേ? അപ്പോൾ 1 മൈനസ് 0 ബോയ്. അപ്പോൾ 1 മൈനസ് എക്സിൻ്റെ അവിടെ 0 കൊടുക്കുക. 4c0 1/2 0 1/2 4 - 0. അപ്പോൾ ആൻസർ നമുക്ക് 15/16 കിട്ടും. ഇത് പെർസെൻറ്റേജിൽ ചോദിച്ച കാരണം എന്ത് ചെയ്യണം? ഇൻറ്റു 100 ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. നോ ഗേൾസ് എന്ന് പറഞ്ഞാൽ ആ 4 പേരും ആരായിരിക്കും? അപ്പോൾ എക്സ് ഈസിക്കൽ എന്ത് വരും? 4 വരും. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യുക. ഇൻറ്റു 100 ചെയ്യുക കേട്ടോ. അടുത്തത് ഗെറ്റിംഗ് അറ്റ് ദ മോസ്റ്റ് 2 ഗേൾസ്. അറ്റ് ദ മോസ്റ്റ് 2 ഗേൾസ് വരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? മാക്സിമം 2 ഗേൾ അല്ലേ? ഗേൾ ഉണ്ടെങ്കിൽ മാക്സിമം 2 ഗേൾ, അതല്ലേ എൻ്റെ അർത്ഥം? അപ്പോൾ ഗേൾ എങ്ങനെയൊക്കെ വരാം? ഗേൾ ഉണ്ടെങ്കിൽ മാക്സിമം 2 ഗേൾ. അപ്പോൾ 0 വരാം, 1 വരാം, 2 ഗേൾ വരാം. ശരിയല്ലേ? ശരിയാണോ? അല്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഗേൾ അല്ലല്ലോ നമ്മൾ എക്സൈറ്റ് എടുത്തേക്കണേ, ബോയ് അല്ലേ എക്സൈറ്റ് എടുത്തേക്കണേ. അപ്പൊ 0 ആണ് ഗേൾ വരുന്നെങ്കിൽ ബോയ് എത്രയായിരിക്കും? 4 ആയിരിക്കില്ലേ? ഇനി 1 ആണ് ഗേളെങ്കിൽ ബോയ് എത്രയായിരിക്കും? 2 ആണ് ഗേളെങ്കിൽ ബോയ് എത്രയായിരിക്കും? അപ്പൊ ഈ 3 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ 3ന്റെ ആൻസർ കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓറല്ലേ വരണം. ഓർ വന്നാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എക്സിന്റെ അവിടെ 4 വെച്ച് ചെയ്യണം, എക്സിന്റെ അവിടെ 3 വെച്ച് ചെയ്യണം, എക്സിന്റെ അവിടെ 2 വെച്ച് ചെയ്യണം. ആ കിട്ടുന്ന ആൻസറുകൾ 3 കൂടി കൂട്ടുക. അപ്പൊ 11/16 കിട്ടും. പെർസെൻറ്റേജ് ആയതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആയോ? ഇനി 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു 4. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എത്രയാ മക്കളെ? 4. വേരിയൻസ് എത്രയാ? 12/9. റൈറ്റ് ഡൗൺ ഓൾ ദ ടേംസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. എങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ എല്ലാ ടേംസും കാണാം. എൻ എത്രയാണ്, പി എത്രയാണ്, ക്യൂ എത്രയാണ്, അതാണ് ചോദിച്ചേക്കണേ. മനസ്സിലായോ?
മനസ്സിലായോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്? എൻ പിക്ക് തുല്യമാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാ? റൂട്ട് എൻ പിക്കിന് തുല്യമാണ്. വേരിയൻസ് പറയുന്നതിന് തുല്യമാ? എൻ പിക്കിന് തുല്യമാണ്. അറിയാലോ? ഈ 3 കാര്യങ്ങൾ മനസ്സിൽ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓളത് എടുത്ത് എഴുതാം. ക്വസ്റ്റ്യനിൽ മീനാ തന്നേക്കണേ. അപ്പോൾ എൻ പി = 4. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആ ഇനി ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കണേ? നമുക്ക് വേരിയൻസ് പറയുന്നതിന് എന്തിനു തുല്യമാ? എൻ പി ക്യൂന് തുല്യമാ. അതെത്ര? 12/9. ഓക്കെ ആണോ? സെറ്റായില്ലേ? നമുക്ക് ഈ എൻ പി ക്യൂനെ എൻ പി വെച്ച് ഡിവൈഡ് ചെയ്താൽ രണ്ടിലും കോമൺ ആയിട്ട് എൻ പി കട്ട് ചെയ്താൽ ക്യൂ കിട്ടില്ലേ മക്കളെ? അപ്പൊ എൻ പി ക്യൂനെ ഞാൻ എൻ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണേ. അപ്പൊ എൻ പി ക്യൂ ഡിവൈഡ് ബൈ എൻ പി എന്ന് പറഞ്ഞാൽ 12/9 ഡിവൈഡ് ബൈ 4 അല്ലേ? അപ്പൊ എൻ പിയും കട്ട് ചെയ്ത് നമുക്ക് ക്യൂ കിട്ടും. ഈ 12/9 4 വെച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഫ്രാക്ഷണൽ നമ്പറിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? തിരിച്ചിട്ട് ഗുണിക്കണം. അറിയാലോ? ഭിന്നസംഖ്യകളെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ 12/9 ഡിവിഷൻ ബൈ 4 എന്ന് പറയുമ്പോൾ 4/1 അല്ലേ? തിരിച്ചിടുമ്പോൾ എന്ത് വരും? 1/4. ഇൻറ്റു ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ നേരിട്ട് ഇൻറ്റു ചെയ്യാലോ. അപ്പോൾ 12 × 1 12, 9 × 4 36. അപ്പോൾ 12/36 എന്ന് പറയുമ്പോൾ 1/3 കിട്ടി. അപ്പോൾ ക്യൂ 1/3. 3-ൽ 1 ഭാഗം ക്യൂ ആണെങ്കിൽ പി എത്രയായിരിക്കും? അപ്പോൾ പിയും കിട്ടി ക്യൂവും കിട്ടി. നമുക്ക് എൻ പിയിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. എൻ പി 4 അറിയാലോ? നിങ്ങൾക്ക് അറിയാലോ? അപ്പോൾ n × p 2/3 കിട്ടിയില്ലേ? അപ്പോൾ = 4. അപ്പോൾ n = 2/3. അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 3/2. അപ്പോൾ 4 × 3 12/2 നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ n 6 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 മുതൽ 6 വരെയുള്ള വാല്യൂസ് വരാം. ഇത്രയുള്ള സംഭവം. എന്നിട്ട് വേണമെങ്കിൽ വാല്യൂ ഇട്ട് കൊടുക്കാം കേട്ടോ. x0 വെച്ച് ചെയ്യാം, x1 വെച്ച് ചെയ്യാം, x2 വെച്ച് അങ്ങനെ 6 വരെ ചെയ്യാം. ഇത്രയുള്ള മക്കളെ സിമ്പിളാണ് കേട്ടോ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെപ്പിൽ ചെയ്താൽ മതി കേട്ടോ. അതങ്ങനെ എസ് എ ക്വസ്റ്റിനൊക്കെ ആണെങ്കിൽ ചെയ്താൽ മതി. അല്ലാണ്ട് 5 മാർക്കിനൊക്കെ ആണെങ്കിൽ ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുന്നുണ്ട്. ബ്രിങ് ഔട്ട് ദ ഫാലസി ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ ഫാലസി നോക്കാൻ. എന്താ ഫാലസി എന്ന് പറഞ്ഞാൽ? എന്താ? ഫോഴ്സ്, അതായത് തെറ്റ് അല്ലേ? ദ മീൻ ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് 5. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ 5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഞാൻ പറഞ്ഞ അതേ സ്റ്റെപ്പ് ചെയ്യാം. മീൻ എത്രയാ? മീൻ എന്ന് പറയാൻ എന്തിനു തുല്യ? അപ്പോൾ എൻ പി നമുക്ക് കിട്ടി. എത്രയാ? 5 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തിനു തുല്യ? റൂട്ട് എൻ പിക്ക്. നമുക്ക് എൻ പി ക്യൂ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ക്യൂ കാണാൻ പറ്റൂ. എൻ പി ക്യൂ എന്ന് പറയുന്നത് വേരിയൻസ് ആണ് അല്ലേ? അപ്പോൾ റൂട്ട് എൻ പി ക്യൂ ആണ് 3. അപ്പോൾ എൻ പി ക്യൂ എത്രയാ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ അല്ലേ വേരിയൻസ് അല്ലേ? അപ്പം 3ന്റെ സ്ക്വയർ എത്രയാ? 9. അപ്പം എൻ പി ക്യൂ 9 കിട്ടിയില്ലേ? അപ്പം എൻ പി ക്യൂ ബൈ എൻ പി ക്യൂ കിട്ടില്ലേ? അപ്പം എൻ പി ക്യൂ 9 ആണ്, എൻ പി 5 ആണ്. അപ്പോൾ 9/5 1.8 കിട്ടി. അപ്പോൾ ക്യൂ 1.8 എന്ന് കിട്ടിയില്ലേ? ക്യൂ 1.8 വരുമോ മക്കളെ? പിയും ക്യൂ കൂടി കിട്ടിയ മാക്സിമം 1 വരുള്ളൂ. അപ്പൊ ഈ ഫാലസി സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ നിങ്ങൾ പറയാ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഫിറ്റിംഗ് ആണ്. 10 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഫിറ്റിംഗ് ആണ്. 8 കോയിൻസ് വർ ടോസ്ഡ് ടുഗെദർ. 8 കോയിൻസ് ടോസ് ചെയ്തു 256 തവണ കേട്ടോ. അപ്പോൾ 8 എന്ന് പറയുന്നതാണ് നമ്മുടെ സ്മോൾ ലെറ്റർ n. എത്ര തവണ ടോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാപിറ്റൽ ലെറ്റർ n. ഓക്കെ ആണോ? അപ്പോൾ സ്മോൾ ലെറ്റർ n എത്രയാ? 8. ക്യാപിറ്റൽ ലെറ്റർ n നമ്പർ ഓഫ് ടൈംസ് ആണ്. എത്രയാ? 256. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ അത് ചോദിച്ചേക്കുന്നത് ഫിറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. അത് നോർമൽ ആണെങ്കിലും ബൈനോമിയൽ ആണെങ്കിലും അത് ഫിറ്റിംഗ് ആണ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോയിൻ ഇതിൻ്റെ ഹെഡിൻ്റെ കാര്യമല്ലേ പറയണേ. അപ്പോൾ ഒരു സിംഗിൾ ട്രയലിൽ ഹെഡ് വരാനുള്ള സാധ്യത എത്ര? അതല്ലേ പി. അപ്പോൾ പി =
1/2. ആ ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് വരാനുള്ള സാധ്യത, ഒരു സിംഗിൾ ട്രയൽ ഹെഡ് വരാനുള്ള സാധ്യത. അപ്പോൾ P = 1/2, Q = 1/2. ക്ലിയർ അല്ലേ? n നമുക്കറിയാം 8 ആണെന്ന് അറിയാം. n 8 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര മുതൽ എത്ര വരെ വരെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, n നമുക്ക് നേരത്തെ എത്ര കിട്ടി, 6 കിട്ടിയപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര മുതൽ എത്ര വരെ വന്നു, 0 മുതൽ 6 വരെ വന്നു. ആ അപ്പോൾ ഇവിടെ n 8 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എങ്ങനെ വരാം, അപ്പോൾ 0 1 2 3 4 അങ്ങനെ 8 വരെ വരാം. ഇത് നിങ്ങൾ വാല്യൂ ഇട്ട് കൊടുക്കുക. എക്സ് ആണ് അറിയാലോ നിങ്ങൾക്ക് നേരത്തെ പോലെ, CX നേരത്തെ ചെയ്ത പോലെ എക്സിൻ്റെ വാല്യൂ 0 വെച്ച് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 1 വെച്ച് ചെയ്യുക, അങ്ങനെ 8 വരെ വെച്ച് ചെയ്യുക. ക്ലിയർ ആണോ? എന്നിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണമെങ്കിൽ നമ്മൾ നോർമലിൽ ചെയ്ത പോലെ തന്നെ ചെയ്യണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ എക്സ്പെക്റ്റഡ് കണ്ട, തിയററ്റിക്കൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടേ ഫൈനൽ, ആ കിട്ടിയ ആൻസറിനെ എത്ര വെച്ച് ഇൻറ്റു ചെയ്തു, ഫ്രീക്വൻസിയുടെ ടോട്ടൽ ക്യാപിറ്റൽ N വെച്ചിട്ട് ഇൻറ്റു ചെയ്തു. ഓർമ്മയുണ്ടോ? അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ N എത്രയാ, 256. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് 1/256നെ 256 വെച്ച് ഇൻറ്റു ചെയ്താൽ 256 കട്ട് ചെയ്താൽ എന്ത് കിട്ടും, അടുത്തത് 8/256 256 വെച്ച് കട്ട് ചെയ്ത് ഇൻറ്റു ചെയ്താൽ എന്ത് വരും, 8 എന്ന് വരും. അങ്ങനെ എല്ലാ കിട്ടിയ ആൻസറിനെ നിങ്ങൾ എത്ര വെച്ച് ഇൻറ്റു ചെയ്യണം, 256 ഇൻറ്റു ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒരു കാര്യം കൂടി പറയാം മക്കളെ, ആൻസർ കറക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടലും എത്ര തന്നെയായിരിക്കും, യെസ്, അത് കിട്ടിയാൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ്. ക്ലിയർ ആണോ? കത്തിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ ഫിറ്റിംഗ്? അപ്പോൾ ഇതാണ് ഫിറ്റിംഗ് 10 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ